ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ചെറിയ പെരുന്നാളാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റിയില്ല. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. മാർച്ച് 31 ആയിരുന്നു എൻ്റെ അഡ്മിഷൻ. അപ്പോൾ നമുക്ക് രാവിലെ എണീച്ച് പിന്നെ പണികളുണ്ടായിരുന്നു. അടിക്കൽ, തുടയ്ക്കൽ, അങ്ങനെ കുറേ പണികളുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് വരുമ്പോൾ കുറച്ച് നേരം വൈകി. അപ്പോഴാണ് സർപ്രൈസായിട്ട് ഒരാൾ വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്ക എന്ന് പറഞ്ഞാൽ കടയിലത്തെ ഇക്കാന്നാണ് ഞാൻ പറയുക. അപ്പം ഞാൻ ഈ കടയിലേക്കാണ് പോകുന്നത്. നമ്മളെ കടയുടെ ഓണറാണ്. കുറേ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അവിടെ പള്ളിക്ക് പോയിട്ട് പിടിച്ച് വലിച്ച് കൊടുന്ന കേട്ടോ. അത് ഞാൻ പിന്നെ എവിടെ എഴുതിച്ചിട്ടുള്ളൂ ആദ്യം കഴിച്ചോട്ടെ. ഇക്ക വരാനൊന്നും കൂട്ടാക്കില്ല. അപ്പം ഇക്ക പള്ളിക്ക് പോയപ്പോൾ ഇക്കാനെ വിളിച്ചിട്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ചായ കുടിച്ചു. ഞാൻ എണീക്കാനൊക്കെ നേരം വൈകിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോൾ നേരത്തെ എണീറ്റിട്ട് കടയിലേക്ക് പോകണത് കൊണ്ട് ഞാൻ കുറച്ച് നേരം വൈകിട്ടാണ് എന്നെ എണീറ്റത്. അപ്പോൾ അങ്ങനെ അത് ആ ബിരിയാണി പണിയിലാണ്. ഉമ്മ ഇറച്ചിയൊക്കെ പൊരിക്കുന്ന ചിക്കനൊക്കെ മസാല പറ്റി വെച്ചിട്ടുണ്ട്. ഞാനിതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറേ കാലമായാലോ ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും കേട്ടോ. നമുക്ക് ബിരിയാണിക്കുള്ള ക്യാരറ്റ്, പിന്നെ പൈനാപ്പിൾ അങ്ങനെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. സബോള എന്നെ കൊണ്ട് അരിയാൻ സൈക്കിളിൽ കുറച്ച് കെച്ചമ്പലക്കിലൊക്കെ ഞാൻ ഇതാക്കി വെച്ചു. ബാക്കിയൊക്കെ ഉമ്മ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറേ ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് അധികമൊന്നുമില്ല, കുറച്ച് നമ്മുടെ ഫ്രണ്ട്സ് മാത്രം, വേറെ ആരുമില്ല, ഫാമിലി ആരുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ബീഫ് വയ്ക്കും, പക്ഷേ എനിക്ക് ബീഫ് വലിയ ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ ചിക്കനാണ് വെക്കുന്നത്. ചിക്കനൊക്കെ പൊരിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ പൊരിച്ചത് ഞാൻ കുറച്ചൊക്കെ എടുത്ത് മാറ്റി വെക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊരിച്ച് വെച്ചത് മാത്രം എടുത്ത് തിന്നാൻ കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഇതുപോലെ ഓരോന്നൊക്കെ ഇങ്ങനെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് സമയം ഇപ്പോൾ ഒരു 8, 9, 10 അടുത്തൊക്കെ ആയി. കുറച്ച് അരിയെങ്കിലും കുറച്ചൊക്കെ വായിലേക്ക് പോവും. അങ്ങനെ ചിക്കനൊക്കെ ഫുള്ള് പൊരിച്ച് കഴിഞ്ഞിട്ട് ആ എണ്ണയിലേക്ക് തന്നെ സബോളൊക്കെ ഇട്ടിട്ട് വഴറ്റിയാണ് കേട്ടോ അമ്മ. ഞാനാണെന്ന് കൈ ഇളക്കണത്, വീഡിയോയ്ക്ക് വേണ്ടി ഇളക്കിയതാട്ടോ. എനിക്ക് ഇളക്കാനൊന്നും സഹിക്കില്ല. അങ്ങനെ നമ്മളുടെ അരിയലും വറക്കലും എല്ലാം കഴിഞ്ഞു. ബിരിയാണി ദമ്മിട്ടിട്ട് വെക്കാനാണ് ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചത്. പിന്നെ അത് മാറ്റിയിട്ട് സെപ്പറേറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാറ്റിയിട്ട് ഞങ്ങൾ വീണ്ടും ദമ്മിടാൻ തന്നെ വിചാരിച്ചു. കാരണം വേറെ ഒന്നുമല്ല, ഇക്കാക്ക് എന്തോ ദമ്മിടുമ്പോൾ ഫുഡ് പറ്റുന്നില്ല എന്തോ പറഞ്ഞു കേട്ടോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വേറെ ഇക്കാക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചു. അങ്ങനെ ഫുൾ ദമ്മിട്ട് സെറ്റ് ചെയ്തു. അങ്ങനെ ഇത് ഞാൻ കെച്ചമ്പറിലേക്കാണ് കേട്ടോ ഈ അരിയണത്. ഇത് അരിയണേൻ്റെ ഒപ്പം എൻ്റെ കൈയൊന്നും മുറിഞ്ഞു ചെറുതായിട്ട് കേട്ടോ. അത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ ചോറിൻ്റെ പണിയിലേക്ക് കടന്നു ഉമ്മ. അങ്ങനെ നമ്മുടെ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങി. ഇതാണ് നമ്മൾ അർജുൻ ചേട്ടൻ. ഞാൻ എപ്പോഴും പറയും ഇത് നമ്മളെ ഗോഡ്വിൻ, ദീപു, ആമ്രു, അങ്ങനെ കുറച്ച് പേര്. എല്ലാവരും നമ്മുടെ സ്റ്റുഡിയോ ഫീൽഡിലുള്ള ആൾക്കാരാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. അങ്ങനെ നമ്മളെ മെയിൻ ഗസ്റ്റുകളെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഷുട്ടുമണീനെ കുറിച്ച് ഞാനൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു വട്ടം ഞാൻ കാണാൻ പോയപ്പോൾ ഉണ്ണി നല്ല ഉറക്കമായിരുന്നു. പിന്നെ എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ അതാ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഉണ്ണികളെ എടുക്കാൻ തുടങ്ങിയത്. അപ്പോഴും കൈയും കാലൊക്കെ പറക്കേണ്ടിട്ട് എനിക്ക് ചെറിയ കുട്ടികൾ എടുക്കുമ്പോൾ ഒരു പേടിയാണ്. അങ്ങനെ കുറച്ച് നേരം ഉണ്ണീനൊക്കെ കളിപ്പിച്ചിരുന്നു കേട്ടോ. ഉണ്ണിയാണെങ്കിൽ പരിചയമില്ലാത്തല്ലേ അങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഉണ്ണി. ഫുഡ് കഴിക്കാൻ വേണ്ടി എന്നോട് ഇരിക്കാനായിട്ടോ പറയണേ. ഞാനാണെങ്കിൽ ഉണ്ണീനെ താഴത്ത് വെക്കില്ല എന്ന് അവരോട് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ എല്ലാ ഗസ്റ്റുകളും വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേരൊന്നും വന്നിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും പെരുന്നാളല്ലേ.
അപ്പോൾ കുറേ മുസ്ലിംസും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പെരുന്നാളല്ലേ, അപ്പോൾ അതുകൊണ്ട് വന്നിട്ടില്ല. കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും വന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചോറൊക്കെ വിളമ്പിയിട്ട് നമ്മൾ കുറച്ച് പേര് ഹാളിലും കുറച്ച് പേര് 2-3 ആൾക്കാർ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വന്നവരും അങ്ങനെ അവർക്ക് വേറെ വീട്ടിലും ക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. അർജുൻ ചേട്ടനും അരുൺ ചേട്ടനും ഒക്കെ വേറെ വീട്ടിലും ക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്ത് കരച്ചില്ല, അതെന്ത് വെച്ചില്ല. നടന്നാ മതി, നടന്നാ മതി. ഹലോ ഹലോ. അങ്ങോട്ടും പോകേണ്ടത് കൊണ്ട് ചേട്ടന്മാരെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിച്ചു. ഞാൻ ഇരുന്നില്ല കേട്ടോ, ഞാൻ ഉണ്ണീനെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കൊണ്ട് ഞാനിരുന്നില്ല കേട്ടോ. എന്നിട്ട് അവരെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇവർ പിന്നെ ഫോണിൽ അഡിക്റ്റാണ്, ഗെയിം കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് 3 ആളും കൂടിയിട്ട് കേട്ടോ. അങ്ങനെ നമ്മളൊക്കെ കൂടെ ആയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ. നമ്മളെല്ലാവരും കൂടിയിട്ട് ഇതാണ് നമ്മൾ ഗുഡ്വിൻ സാർ. എല്ലാവരും പിന്നെ പരിചയപ്പെടുത്തണ്ടല്ലോ, എല്ലാവരും അറിയാമല്ലോ. ഇതാണ് നമ്മൾ അമ്രുവിൻ്റെ അമ്മ കേട്ടോ. അമ്മ നേരം വൈകി വരാൻ വേണ്ടിയിട്ട് ഇവർക്കും വേറൊരു വീട്ടിൽ പോകാണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അമ്മ വന്നത്. ഫുഡ് കഴിക്കാനൊന്നും കൂട്ടാക്കിയില്ല കേട്ടോ. ഞാൻ കുറേ നിർബന്ധിച്ചിട്ടാണ് അമ്മ ഫുഡ് കഴിച്ചത്. അമ്രുവിൻ്റെ ട്വിൻ ബ്രദറൊന്നും ഫുഡ് കഴിച്ചേ ഇല്ല കേട്ടോ. അവർ അവിടെ നിന്നൊക്കെ കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ടൊന്നും കഴിച്ചില്ല. ഇതിൻ്റെ കോൺവോയ്സ് ഇടണം എന്നുണ്ട്, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. അതുകൊണ്ടാണ് കോൺവോയ്സ് ഒന്നും ഇടാണ്ട് ഞാൻ തന്നെ വോയിസ് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇക്കം തന്നെ വീട്ടിൽ കൊണ്ടാക്കും, എന്നിട്ട് തിരിച്ചു വരും. അങ്ങനെ നമ്മൾ തമാശകളൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ എല്ലാവരും കൂടിയിട്ട്. ഇക്കൊല്ലത്തെ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആഘോഷിക്കല്ല, ഇങ്ങനെ വിചാരിച്ചില്ല എന്തോ. പാട്ട് ഒന്നാനാം കൊച്ചു തുമ്പി എല്ലാരും ചെക്കന്മാരും തരാൻ താടിയിൽ കൈവയ്ക്കും. അങ്ങനെ കുറച്ച് പേരൊക്കെ നമ്മൾ തിയേറ്റർ റൂമിൽ ഇരുന്നിട്ട് സിനിമ, തിയേറ്റർ റൂമല്ല സാധാ റൂമിനെ കേട്ടോ, അത് പ്രൊജക്ടർ വെച്ചൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇരുന്നിട്ട് കുറേ പേര് സിനിമ കാണുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേര്, നമ്മളൊക്കെ പിന്നെ പുറത്ത് റൂമിലായിരുന്നു കേട്ടോ. ഈ സമയത്ത് എനിക്ക് കടയിലേക്കൊന്ന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കടയിലേക്ക് വേണ്ടി പോയിക്കായിരുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ വന്നു. ഒരു മണിക്കൂർ സമയത്തേക്ക്, വേറെ ഒന്നുമല്ല, പള്ളിക്കൊക്കെ പോകേണ്ട സമയത്തുണ്ട്. ആ ഒരു സമയത്ത് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ചേട്ടൻ ഇറങ്ങുകയാണ്, ഉണ്ണി ഇറങ്ങുകയാണ്. അവർക്കിതുപോലെ വേറെ വീട്ടിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേറെ വീട്ടിലേക്ക് പോകേണ്ട ഇതുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. ഇതാണ് നമ്മൾ അരുൺ ചേട്ടൻ്റെ ചേച്ചി. അപ്പോൾ എല്ലാവരും കൂടി വന്നു. അപ്പോൾ കൊടുമ്പ്, കിളി, അപ്പോൾ എല്ലാവരും കൂടെ പോവുകയാണ് കേട്ടോ. കൊടുമ്പിനും കിളിയിലൊക്കെ ഇതിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇതാണ് കിളി കേട്ടോ, കൈകൊണ്ടാണ്. അതിൻ്റെ അപ്പുറത്തിരിക്കുകയാണ് കൊടുമ്പ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ എടുത്തു. ഞാൻ ഫോട്ടോഷൂട്ടിനായിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടാ. നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മുകളിൽ കുറച്ച് ഒരു ഇടവഴിയുണ്ട്. അപ്പോൾ അവിടേക്ക് തന്നെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട്, അതാണ് നമ്മൾ ഫോട്ടോഗ്രാഫർ തന്നെ വീഡിയോയിലൊന്നും ഇടല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ആളിരിക്കുന്നത്. അവിടുന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ, ഞാനൊക്കെ കൂടിയിട്ട്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.